നമസ്കാരം. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ ഓരോ വ്യക്തിയും ബാധ്യസ്ഥതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാട് നീങ്ങിയ ശ്രീ ചിത്തിരന്ന ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ സ്മരണയ്ക്കായി വിവിധ ഇനം നൃത്തസംഗീത വാദ്യോപകരണങ്ങൾ പഠിപ്പിക്കുന്നതിനും ഗവേഷണം നടത്തുന്നതിനുമായി തിരുവനന്തപുരം ആസ്ഥാനമാക്കിക്കൊണ്ട് 1992 മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് ശ്രീ ചിത്തിരന്ന സ്മാരക സംഗീത നാട്യകലാകേന്ദ്രം. നൃത്തവും സംഗീതവും ശരിയായ രീതിയിൽ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. 1992 ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചെങ്കിൽ സംഗീത നൃത്തരംഗത്തെ പ്രശസ്തരായ ഒരു കൂട്ടം കലാകാരന്മാരെ ഈ കലാകേന്ദ്രത്തിന് അമരത്ത് കിട്ടിയതാണ് മഹാഭാഗ്യമായിട്ടുള്ളത്. അറിവും അനുഭവജ്ഞാനവും ഉള്ള ഈ കലാപ്രതിഭകളുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ പഠനം നടക്കുന്നത്. ഗുരുകുല സമ്പ്രദായം മുന്നിൽ കണ്ടുള്ള പഠന രീതിയാണ് ഇവിടെ. ദിവംഗതരായ ശ്രീ നെല്ലായി കൃഷ്ണമൂർത്തി, ശ്രീ നെയ്യാറ്റിങ്കര വാസുദേവൻ എന്നിവർ തുടക്കം മുതലേ ഈ വിദ്യാലയത്തിലെ ഉപദേശകരായിരുന്നു. പ്രൊഫസർ പാറശാല പൊന്നമ്മാൾ, പ്രൊഫസർ മാവേലിക്കര വേലുക്കുട്ടി നായർ, ശ്രീ മാവേലിക്കര SR രാജു, ഡോക്ടർ K ഓമനക്കുട്ടി, പ്രൊഫസർ വൈക്കം വേണുഗോപാൽ, ശ്രീ ചേർത്തല AK രാമേന്ദ്രൻ തുടങ്ങിയ പ്രഗത്ഭർ ഇന്നും ഈ ഉപദേശ സമിതിയിൽ പ്രവർത്തിക്കുകയും ഈ വിദ്യാലയത്തിൻ്റെ പാഠ്യപദ്ധതി രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. നൃത്തത്തിനും സംഗീതത്തിനും ഒപ്പം ചാരിറ്റിയും ഈ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ശ്രീ ചിത്ര ഹോമിലെ അന്തേവാസികളോടുള്ള സഹായം തുടങ്ങിയ പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഈ സംഘടന നടപ്പിലാക്കി വരുന്നുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ അറിയപ്പെടുന്നവർ ഉൾപ്പെട്ട ഒരു ഉപദേശ സമിതി ആണ് ഈ കേന്ദ്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. കലാസ്വാദകരുടെയും കലാകാരന്മാരുടെയും നിസ്വാർത്ഥ സേവനമാണ് ഈ കേന്ദ്രത്തിൻ്റെ വിജയം. ശ്രീ ചിത്തിരന്ന സ്മാരക സംഗീത നാട്യകലാകേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 19 വർഷമായി എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി ഈ കേന്ദ്രത്തിൻ്റെ വളർച്ചയിൽ അങ്ങേയറ്റം ഞങ്ങളോടൊപ്പം സഹകരിച്ച ഈ നാട്ടിലെയും കേരളത്തിൽ മൊത്തവും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലുമുള്ള എല്ലാ നല്ലവരായ നാട്ടുകാരെയും കലാസ്നേഹികളെയും ഈ കേന്ദ്രത്തിൻ്റെ പേരിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും അവർക്ക് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.